കണ്ണൂർ ഫുഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇത് പരിചയപ്പെടുത്താൻ പോകുന്നത് സിമ്പിളായിട്ടുള്ള ഒരു സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നാൽ അതിലേക്ക് 4 മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ എരിവിന് വേണ്ടിയിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. കുരുമുളക് പൊടിയെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കുക. ഇനി നല്ലോണം വറുത്തെടുക്കുക. പെട്ടെന്ന് തന്നെ ഇതായി കിട്ടും. മുട്ടയായതുകൊണ്ട് തന്നെ കൂടുതൽ വേവൊന്നുമില്ല. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്യുക. വറുത്ത് വെച്ച മുട്ട ഞാൻ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ബ്രെഡും അതേപോലെ തന്നെ കുറച്ച് കുക്കമ്പറും കുറച്ച് മയോണൈസുമാണ്. ഇനി നമുക്ക് ഈ ബ്രെഡിൻ്റെ സൈഡ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഈ സൈഡ് നമുക്ക് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചാൽ മതി. ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ മുഴുവനായും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ബ്രെഡ് പീസ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് മയോണൈസ് ആയി കൊടുക്കുക. അതേപോലെ തന്നെ മറ്റൊരു പീസിലേക്കും കൂടി മയോണൈസ് ആയി കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 പീസ് കുക്കമ്പർ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിന് മുകളിലേക്ക് നമ്മൾ വറുത്ത് വെച്ച മുട്ടയില്ലേ അത് ഇട്ട് കൊടുക്കുക. വീണ്ടും ഇതിന് മുകളിലേക്ക് 2 പീസ് കുക്കമ്പർ വെച്ച് കൊടുക്കുക. അവസാനമായിട്ട് ബ്രെഡ് പീസും കൂടി വെച്ച് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ മയോണൈസിൻ്റെ കൂടെ കുറച്ച് ടൊമാറ്റോ സോസും കൂടി ആഡ് ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ കട്ട് ചെയ്ത് കൊടുക്കലാണ്. ഞാനിങ്ങനെയാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ 2 പീസ് സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. നമ്മുടെ വീട്ടിലുള്ള കുറഞ്ഞ ചേരുവകൾ മാത്രം മതി ഈ ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരേപോലെ ഇഷ്ടമാകുന്ന ഒരു സാൻഡ്വിച്ചാണിത്. പിന്നെ ആ നോമ്പൊക്കെ അല്ലേ വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളെന്തായാലും ഈ ഒരു റെസിപ്പി ഉണ്ടാക്കി നോക്കുക. ഫീഡ്ബാക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂട്ടുകാർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.